നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ തീവ്രവാദി സംഘടനകളായിട്ടുള്ള ഐസിസും അൽഖ്വയ്ദയൊന്നും എന്തുകൊണ്ടായിരിക്കും ഈ ഇസ്രയേലിനെതിരെ വലിയൊരു മേജർ അറ്റാക്കോ അല്ലെങ്കിൽ ഇസ്രയേലിനെ ഒരു പരസ്യമായിട്ട് ഒരു ചീത്ത പറയുക പോലും ചെയ്യാത്തത്? അതായത് നോക്കണം, ഹമാസ് ആൾക്കാരിനെ കൊല്ലുന്ന ഒരു തീവ്രവാദി സംഘടന, അതേപോലത്തെ രണ്ട് സംഘടനകളാണല്ലോ, വലിയ ആൾക്കാരാണല്ലോ ഈ ഐസിസും അൽഖ്വയ്ദയും. പറയുമ്പോൾ വലിയ ദൂരത്തൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയുണ്ട്. 2014 തൊട്ട് 2018 വരെ നോർത്തിലുള്ള ഗോളൻ ഹൈറ്റ്സ് സിറിയൻ ബോർഡർ കൺട്രോൾ ചെയ്തത് ഐസിസ് ആണ്. അതേപോലെ സൗത്തിൽ ഈജിപ്തിൻ്റെ ബോർഡറിൽ നോക്കിയാലും സിനായിൽ ഇപ്പോഴും ഉണ്ട് ഐസിസിൻ്റെ ആൾക്കാർ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുമല്ലോ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഒരു കോമഡി സംഭവം കൂടി കണ്ടു. 2017 ഗോളൻ ഹൈറ്റ്സിൽ വെച്ചിട്ട് യർമുക് മാർട്ടിയേഴ്സ് ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസിസിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാർ ഈ ബോർഡറിൽ വെച്ചിട്ട് ഇസ്രയേലി ഫോഴ്സസുമായിട്ട് ഒരു ഷൂട്ട് ഔട്ട് നടത്തിയിട്ടുണ്ട്. ഇവരങ്ങോട്ടും ഇസ്രായേലായിട്ട് ഇങ്ങോട്ടും ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഐസിസിൻ്റെ മെയിൻ സംഘടനയില്ലേ, അവർ അപ്പോളജൈസ് ചെയ്തു അത്രേ, മാപ്പ് പറഞ്ഞു എന്ന്. നിങ്ങൾ ഈ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഒരു തീവ്രവാദി സംഘടന ഒരു അറ്റാക്കൊക്കെ ചെയ്തിട്ട് സോറി കേട്ടോ ഞങ്ങൾ അറിയാതെ ചെയ്താണ് എന്ന് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടോ? ഇത് ചുമ്മാ പറയുന്നല്ല. ഇസ്രയേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മൊഷെ യാലോൺ എന്ന് പറഞ്ഞിട്ട് അയാൾ വന്ന് പറഞ്ഞതാണ്, ഐസിസുകാർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന്. ഐസിസ് ആരാന്ന് നോക്കിയാലും അൽഖ്വയ്ദ ആരാന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും സുന്നി ജിഹാദിസ്റ്റ് ഒരു തീവ്രവാദി സംഘടനയാണ് അവർ. ഈ പാലസ്തീനിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരായ അവരും ഈ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സുന്നി ഷിയ പ്രശ്നവും ഇല്ല അവിടെ. അപ്പോൾ പിന്നെ എന്തായിരിക്കും കാരണം? കൺട്രോൾഡ് കെയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് നോക്കുക. ഇഫ് യു നോ യു നോ.